അനുരാഗിനി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാജമാലയായി ഇതു എൻ്റെ ജീവനിൽ അണിയോ അണിയോ അഭിലാഷ പൂർണിമേ. നിർത്തിക്കോ നിന്റെ കൊടുക്കുന്ന പാട്ട്. ഞാൻ പറഞ്ഞു നിന്റെ അടുത്ത് പാടരുതെന്ന്. ചേച്ചി എന്താ ഇവിടെ? അയ്യോ ചേച്ചി സത്യമായിട്ടും ചേച്ചി ഇവിടെ കിടക്കണ ഞാൻ കണ്ടില്ല കേട്ടോ. ചേച്ചി വേറെ എവിടെ അല്ലായിരുന്നോ? അല്ല ഞാൻ മര്യാദ മുറി കിടന്നതാണ്. അപ്പൊ എല്ലാം കൂടെ ശല്യപ്പെടുത്താൻ വേണ്ടി അങ്ങോട്ട് വന്ന്. അപ്പൊ ഇവിടെ കിടക്കാന്ന് വെച്ചപ്പോ ഇവിടെ സമ്മതിക്കൂലേ? ഞാൻ പറഞ്ഞില്ല ചേച്ചി, ഞാൻ അറിയാതെ ചേച്ചി കിടക്കണ ഞാൻ കണ്ടില്ല, കാണാതെ അങ്ങനെ പാടിപ്പോയത്. അയ്യോ പൊന്നുമോൻ കണ്ടില്ല. ശരി സമ്മതിച്ച്. ചേച്ചി അങ്ങോട്ട് വിശ്വസിച്ച്. എടാ നീ മനഃപൂർവ്വം ചെയ്യുന്നതാന്ന് എനിക്ക് നല്ലോണം അറിയാം കേട്ടാ. ഓ അങ്ങനെ തന്നെ ഞാൻ മനഃപൂർവ്വം ചെയ്തത് തന്നെ. കിടക്കട മക്കള് കട. അയ്യോ ഞാൻ ഇനി എന്തൊരു പറയാം. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്ന്. നിന്റെ പ്രശ്നം നിന്റെ പ്രശ്നം എന്താ? ഞാൻ വന്ന് പിടിച്ച് മാറ്റിയില്ലെങ്കിൽ ചെറുക്കം തീർന്നേനെ. എന്താ കാര്യം പറ. ഇതിന് മാത്രം ഒന്ന് ഷോ അടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടാ. ഞാൻ ജസ്റ്റ് കഴുത്തിന് പിടിച്ചോളൂ, അമർത്തിയൊന്നുമില്ല. നീ എന്തോ കാണിച്ചേ? എല്ലാരും കൂടെ ഓരോന്ന് പറഞ്ഞ് സീനാക്കുന്ന കാര്യമൊന്നുമില്ല. നിനക്ക് എന്താണ് കുഴപ്പം? ഒന്നല്ലോ സൗണ്ട് വന്നില്ലേ? കേടാക്കിയ സാധനം നന്നാക്കാനും എനിക്കറിയാം. എന്ത് പ്രശ്നം നിന്റെ? തൊണ്ടയെ പിടിച്ച് അങ്ങനെ ഞെരിക്കാൻ പാടുണ്ടോ? നിന്നെ ഞെരിക്കല്ലേ വേണ്ട. ഇത് ചുറ്റിട്ട് லெச்சு எங்களுக்கு எல்லாமே புரியுது. உனக்கு சித்துவ பாக்கன மாதிரி இருக்கிறதுனால தானே நீ இப்படி எல்லாம் பண்ற. வருத்தப்படாதே கண்ணா, சித்து சீக்கிரம் வருவான். வருத்தப்படாதே செல்லம். കഴിഞ്ഞ പറഞ്ഞ ആന്റി അടുത്ത് സിദ്ധു പറഞ്ഞ സിദ്ധു ഉടനെ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരുമെന്ന് പറഞ്ഞാ? പിന്നെ എനിക്ക് അങ്ങനെ അറിയാം. ആവശ്യത്തൊന്നും വെറുതെ പറയരുത് കേട്ടാ. സിദ്ധു ഉടനെ വരും പോലും. അയാൾ ഇനി വന്നിട്ട് ഇവിടെ എന്ത് ചെയ്യാനാ? അയാൾ വന്നിട്ട് കിളക്കിയോ? ഇല്ലല്ല, അയാൾ ഇനി വരണ്ട. ലച്ചു നീ എന്തോ വിളിക്കുന്നേ? ഭർത്താവിനെ ഒന്നും അയാളൊന്നും ഇയാളൊന്നും വിളിക്കുന്നേ? ഞാൻ പിന്നെ എന്തോ വേണം? കുറച്ചുകൂടെ ബഹുമാനം കൂട്ടി വിളിക്കണോ? ഓ ഇനിയിപ്പൊ ബഹുമാനം കൂടെ കൂടാത്തതിന്റെ കുറവേ ഉള്ളൂ, ബാക്കി ഒക്കെ ആയി. അമ്മ നിങ്ങളൊന്ന് ചുമ്മാതിരി. അമ്മ ഇവളെ ഫ്രണ്ട്സ് ഒക്കെ വിളിക്കുമ്പോ എപ്പോഴും ചോദിക്കും സിദ്ധു വരാറായില്ലേ സിദ്ധു വരാറായില്ലേ എന്ന്. അതുകൊണ്ടാണ് പാവത്തിന് ഇത്ര ടെൻഷൻ. അല്ലേ തന്നെ ചേച്ചിയുടെ ഫ്രണ്ട്സിന് സിദ്ധുവിനെ കണ്ടിട്ട് എന്തിനാണ്? അത് തന്നെ. എവിടെ ഫ്രണ്ട്സ് എന്തിനാ സിദ്ധുവിന്റെ കാര്യമൊക്കെ അന്വേഷിക്കുന്നേ? അമ്മ എന്തോന്നാണ് അമ്മ ഇങ്ങനെ? ആർക്കെങ്കിലും എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായാ എന്തെങ്കിലും പറഞ്ഞ ടെൻഷൻ അങ്ങ് കൂട്ടിക്കോളും. അപ്പൂപ്പരിപ്പോ അവിടെ സ്വസ്ഥതയുണ്ട്, നമുക്കില്ല. കൈ വീശി ഞാൻ ഒരെണ്ണം തരും കേട്ടാ. ആ തല്ല് തല്ല് തല്ലി കൊല്ലു മനുഷ്യരെ. ആര് തല്ലിയാലും തിരിച്ചു തല്ലാൻ നിൽക്കുകയാണ് ലച്ചേച്ചി. കണ്ട എടാ നീ എരുതിയിൽ എണ്ണൊഴിക്കാൻ നിൽക്കുവാണോ? ഞാനോ? ആ വിൽസൺ തോമസിനെ വിളിച്ചിട്ടേ നിന്റെ കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നാ ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ. അല്ല ബാബു തോമസിനെ നമ്മുടെ കുടുംബകാര്യത്തിൽ ഇടപെടുത്തുന്നേ? அம்மா இப்ப பேசாம இருங்கம்மா. அவங்க அடி கூட்டட்டும், அதெல்லாம் நம்ம பார்த்துட்டு இருக்கலாம். அதுதான் நல்லது. അയ്യോ ഞങ്ങൾ അടി കൂടുന്നത് ഇങ്ങനെ പാക്കാൻ നോക്കിയിരിക്കുവാണല്ലേ? ആന്റിയുടെ മനസ്സിലിരിപ്പ് കൊള്ളാലോ ആന്റി. എന്റെ പൊന്നു ലച്ചു നീ അവിടെ ഇരി, ഒന്ന് മിണ്ടായിരി കുറച്ചു നേരം. ആ അവിടെ ഇരുത്തിക്കോ. എന്നിട്ട് അപ്പുറത്ത് ഒരു ചങ്ങല ഇട്ട് ഇപ്പുറത്ത് ഒരു ചങ്ങല ഇട്ട് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കെ. എന്നിട്ടൊരു എഴുതി വെക്ക് അപായം. அம்மாட்ட சொன்னேன்ல ஒன்னும் சொல்ல வேண்டாம்னு. ചേച്ചി അതിന് വായ ആദ്യം അടച്ചു പോയി. ஒன்னும் இல்ல, ஏதோ சொல்லுவே பயந்தேன். ஆமா இருக்க மாட்டா, ஒன்னும் சொல்ல மாட்டா. வா போலாம், பார்க்காம போலாம்.
ഞാൻ വരുമെന്ന വാർത്ത ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.